ബിഗ് ബോസ് സീസൺ 6 ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ ജാഫർ. ജാസ്മിൻ ജാഫറിന്റെ എക്സ് ബോയ് ഫ്രണ്ടാണ്, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് വരെ എത്തിയിട്ട് ബ്രേക്കപ്പ് ആയി പോയതായിരുന്നു മുന്ന എബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയായിട്ട്. അതായത് മുന്നക്കാന്ന് ജാസ്മിൻ വിളിക്കുന്ന വ്യക്തി. ആ വ്യക്തിയുടെ ഒരു സ്റ്റോറിയാണ്. പടച്ചോനുണ്ട് പറയുന്നത് വെറുതെയല്ല, സത്യവ, അൽഹംദുലില്ലാ, ഐ എം എ ലക്കി ബോയ് എന്നാണ് ആളുടെ ഒരു സ്റ്റോറി. ഈ കറക്റ്റ് ടൈമിന് തന്നെ ഇങ്ങനൊരു സ്റ്റോറി ആളുടെ വക വന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാവരും പറയണത് പോലെ മുന്നക്ക രക്ഷപ്പെട്ടു എന്ന് പൊതുവെ കമന്റ്സ് വരാറുണ്ട്. ജാസ്മിന്റെ പല പ്രവൃത്തികളും കാണുന്ന സമയത്തും പല ഇഷ്യൂസ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ സമയത്തും വരാറുള്ളൊരു കമന്റാണ് എന്തായാലും മുന്നക്ക രക്ഷപ്പെട്ടു എന്ന്. എന്തായാലും ഇപ്പൊ പുതിയതായിട്ടുള്ളത് അഫ്സൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു എന്നാണ് ജാസ്മിൻ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മുന്നക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു സ്റ്റോറി അത് എന്തായാലും വളരെയധികം ട്രെൻഡിങ് ആകുന്ന ഒരു സാധനം തന്നെയാണ്. കാരണം എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു വ്യക്തിയായിരുന്നു, അത് കഴിഞ്ഞ് ബ്രേക്കപ്പായി. ഇപ്പൊ ജാസ്മിൻ ആണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൻ നെഗറ്റീവാണ്. അവിടെ പോയിട്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ഓരോ പ്രേക്ഷകനും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. ഗബ്രി ആയിട്ടുള്ള ലവ് ട്രാക്ക് പിടിക്കുന്നതും പിന്നീട് ആൾക്കാരെ ചോദിക്കുന്ന സമയത്ത് ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയുന്നതും ആ ഫ്രണ്ട്ഷിപ്പിന് ഒരു ലിമിറ്റ് ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്നതും നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്. ഇന്നാണെങ്കിൽ പോലും പല രീതിയിലുള്ള ഇഷ്യൂസ് ഇവർ രണ്ടുപേരും കാരണം വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത കരച്ചിൽ, ആവശ്യമില്ലാതെ ഓവർ ആക്ടിങ് ചെയ്യുക, പല തരത്തിൽ എല്ലാവർക്കും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടാൾക്കാരാണ് ഇപ്പോൾ അവിടെ, ജാസ്മിനും ഗബ്രിയും. എന്തായാലും അഫ്സലിന്റെ കാര്യം അറിയാതെ വായിൽ നിന്ന് വന്നു. പിന്നീട് അത് ഗബ്രിയോട് മാറ്റിയിട്ട് പറയുന്ന ഒരു അവസ്ഥയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ സമയത്ത് പറഞ്ഞൊരു കാര്യം, ഓ അഫ്സലാണോ, അത് അസ്ലം മാർലിയായിട്ട് ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളാണ് അഫ്സൽ, അസ്ലം മാർലിയുടെ ഫ്രണ്ട്. അപ്പൊ അതും ഇപ്പൊ എല്ലാവരിലും കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. കാരണം ആ സമയത്ത് ഇഷ്യൂ വന്ന സമയത്ത് അസ്ലം മാർലിയുടെ ഭാഗത്താണ് തെറ്റ്, അഫ്സലുമായിട്ട് വേറൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ വ്യക്തി ഇതേ അഫ്സലുമായിട്ട് എന്നെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത് നമ്മുടെ കമന്റ് ബോക്സിലാണെങ്കിലും ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ വരും. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് സംസാരിച്ച വ്യക്തി ഇപ്പോൾ ബിഗ് ബോസിൽ ചെന്നിട്ട് പറയാണ് അഫ്സലുമായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ഞാൻ അഫ്സലിക്കെ മിസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെങ്ങനെ വരുമെന്ന് പല ആൾക്കാരിലും ഇങ്ങനെ സംശയമുണ്ട്. അതെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനൊക്കെ ഉത്തരം ജാസ്മിൻ തന്നെയാണ് പറയേണ്ടത്. നമ്മുടെ വായിന്ന് കേട്ടിട്ട് കാര്യമില്ല. ജാസ്മിൻ തന്നെയാണ് ഇതിനൊക്കെ ഉത്തരം വന്നിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്തായാലും അത് പുറത്തിറങ്ങിയ ശേഷം ജാസ്മിൻ ഇതൊക്കെ കണ്ടിട്ട് എന്ത് ഞെട്ടൂലെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും മുന്നക്കയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സ്റ്റോറി കൂടി വന്നപ്പോഴത്തേക്കും ആൾക്കാരിലേക്ക് മൊത്തത്തിലൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ആരുടെ ഭാഗത്താണ് തെറ്റെന്നും. ജാസ്മിനെ പറ്റിയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം മൊത്തത്തിൽ നെഗറ്റീവായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ അടുത്തു നിന്നും ഇങ്ങനെയൊരു സ്റ്റോറി വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എല്ലാവരും ജാസ്മിനെ പറ്റിയിട്ട് അവിടെ കാണിച്ചു കൂട്ടുന്നതും ഇപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ ചെയ്യുന്നതും എല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് ഒരു ക്ലാരിറ്റി എല്ലാവർക്കും കിട്ടിക്കാണും. എന്തായാലും ഇനി ഇതിനുള്ള ഉത്തരം എന്തായാലും ജാസ്മിൻ തന്നെ പുറത്ത് വന്നിട്ട് തരട്ടെ. ജാസ്മിൻ്റെതായ രീതിയിലുള്ള ഉത്തരങ്ങളായിരിക്കും ജാസ്മിൻ കരുതി വെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ പല ന്യായീകരണങ്ങളും ചിലപ്പോൾ ജാസ്മിൻ ഉണ്ടാവുമായിരിക്കും. പക്ഷെ 24 മണിക്കൂറും ഇവ കാണുന്ന ജനങ്ങൾക്കറിയാം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. പല രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടൊന്നും അവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലാതെ അതിൽ നിന്ന് മാറി നിൽക്കാനോ സ്വന്തമായിട്ട് കളിക്കാനോ ഇതുവരെ ജാസ്മിൻ നോക്കിയിട്ടില്ല. ഗബ്രിയും ജാസ്മിനും വാല് പോലെ നടക്കാണ്, അത് ഉള്ള കാര്യം തന്നെയാണ്. അവിടെ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന അവർക്കെതിരെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഋഷി, ജാൻമണി എന്നിവരെ ടാർഗറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവരൊക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണ്. കാരണം ഇവർക്കെതിരെ ആരെങ്കിലും സംസാരിക്കുന്ന സമയത്ത്, ഇവർക്കെതിരെ ആരെങ്കിലും പറയുന്ന സമയത്ത് പിന്നീട് അവർ പിറ്റേന്ന് അവരെ നോമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് അവർക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നാണെങ്കിലും അതാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജാൻമണിക്കെതിരെ ഇന്നലെ നടന്ന പ്രശ്നത്തിന്റെ ആ ഒരു ഇതായിട്ടാണ് ഇപ്പം ഗബ്രി സംസാരിച്ചിരിക്കുന്നത്. അതിന്റെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്ന് നടന്നിട്ടുണ്ട്. ആകെ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ പുതിയ വീഡിയോയും കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട.